ഹലോ ഗെയ്സ്, ഞങ്ങൾ പാരീസൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ 6 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അമ്മച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഈഫൽ ടവറൊക്കെ ഒന്നുകൊണ്ട് കാണിച്ചേക്കാം എന്നോർത്ത് ഇറങ്ങിയതാണ്. ബൈ റോഡാണ് പോകുന്നത്. കാറിനൊരു 3 to 4 hours ഉണ്ട് ഡ്രൈവ്. 4 മിച്ചം വരും. അപ്പോൾ ഞങ്ങൾ കാറിനാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് പോകാം എന്ന് വിചാരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാരീസിലെത്തും തോറും ട്രാഫിക് ആയി വരുന്നു. നല്ല വെതറാണ് ഇന്ന്. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ്. അങ്ങനെ ഈഫൽ ടവർ കാണുന്നുണ്ട്. ആനമുട്ട നിൽക്കുന്നു. ഇത് 1887 പണി തുടങ്ങി 2 വർഷം കൊണ്ട് 1889 ആയപ്പോഴത്തേക്കും പണി തീർത്ത്. ഫ്രഞ്ച് 100th ആനിവേഴ്സറി ഓഫ് ഫ്രഞ്ച് റെവല്യൂഷന് ഇത് പുറത്തിറക്കിയെന്നാണ് പറയുന്നത്. പണി തീർത്ത് കഴിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 984 അടി, 1000 ഫീറ്റോളം ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാനുള്ള പാർക്കിങ്ങിലോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് ഇവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. പിള്ളേരൊക്കെ പുറത്തിറങ്ങി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. ഇനി അവരെയും കൊണ്ട് പയ്യെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നല്ല ക്യൂ ആണെന്നാണ് തോന്നുന്നത്. സമയം ഏകദേശം 11:30-12 ആവുന്നു. അപ്പോൾ അവിടെ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ക്യൂ ആണ്, നല്ല ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നു. ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും അമ്മച്ചിയൊക്കെ മടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നു. നല്ല വെതറായതുകൊണ്ട് നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ടായിരുന്നു ഇവിടെ പാരീസ് ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒളിമ്പിക്സിൻ്റെ എംബ്ലമൊക്കെ അവിടെ പുറകിലുണ്ട്. അങ്ങനെ പിന്നെ ഇനി ഞങ്ങൾ അടുത്ത ഇടയിലും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. കുറേ നേരം നടന്നു. 2 മണിക്കൂറോടെ ഇതിലേക്ക് നടന്ന് കണ്ട് അകത്തൊക്കെ കയറി. ഇനി ഇവിടെ ഒരു ഫൗണ്ടൻ, അവിടെ അതിന് സൈഡിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ റെസ്റ്റ് ചെയ്യാം. ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്നു. പിള്ളേർ പാർക്കിൽ ഓടി കളിക്കുന്നു. ഇനി ഞങ്ങളിത് കഴിഞ്ഞ് ഇവിടുത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു വലിയ ഫേമസ് ഒരു പള്ളിയൊക്കെ ഉണ്ട്. അവിടെ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് മെട്രോ ഉണ്ട്. മെട്രോ ഒക്കെ പോവുകയാണെങ്കിൽ ഈസിയാണ്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിള്ളേരെയൊക്കെ വിളിച്ച് പോകാൻ റെഡിയാവുന്നു. പിന്നെ ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ നടന്ന് മടുക്കും. വലിയ ബോട്ടിൽ ആൾക്കാരൊക്കെ ചില്ല് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇതെല്ലാം കണ്ടേച്ച് മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു. എന്നാൽ പിന്നെ അതിൽ കാണാം ഗൈസ്. ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഈഫൽ ടവറിനോട് ബൈ ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു.